ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആ വലിയൊരു ആപത്തിൽ പെട്ടിരിക്കുക. അപ്പം ശ്രുതിയെ കാണാനില്ല എന്നുള്ള കാര്യം അശ്വൻ്റെ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞ് നമ്മുടെ പ്രീതിയോട് വളരെ മോശമായ രീതിയിൽ ആൻറ്റി സംസാരിക്കുന്നു. അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്കും ആകെ വിഷമായി. പ്രീതിക്കൊക്കെ അവർ കാശ് മാത്രമേ ഉള്ളൂ, എന്നാം ഒരു മെനകെട്ട മനുഷ്യരാണെന്നുള്ള കാര്യങ്ങളൊക്കെ പ്രീതി അവിടെ ഇരുന്ന് പറയുക. അപ്പോൾ പ്രീതി അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മായിക്കും ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആയി. ശ്രുതിക്ക് എന്ത് പറ്റി എവിടെയാണെന്നൊന്നും അറിയില്ലല്ലോ. ഈ സമയത്ത് നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഓരോ കഴുക്കോലും അടർന്ന് വീഴുമ്പോൾ പേടിച്ച് വിറച്ചിരിക്കുന്നു. അങ്ങനെ പ്രീതി വിളിച്ച് വീട്ടിലെ ഫോണിൽ കാര്യങ്ങൾ പറയുമ്പോൾ അരുൺ എന്ന് പറയുന്ന കോൺട്രാക്ടർ വിളിച്ച് അശ്വനോട് കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ അശ്വൻ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നതും ആൻറ്റിയും മറ്റുള്ളവരും നമ്മൾ ശ്രുതിയെ കാണാനില്ല എന്നുള്ള കാര്യം പറയുന്നതും കേൾക്കുന്നതും. അത് കേട്ട് പാടെ നമ്മുടെ അശ്വൻ അവിടെ നിന്ന് ഇറങ്ങി ഓടി. കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം ശ്രുതി അങ്ങോട്ട് പോയി എന്നുള്ള കാര്യമാണല്ലോ അറിയാവുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ അശ്വൻ ഓടി കതച്ച് അങ്ങോട്ടേക്ക് പോണു. അപ്പോൾ കണ്ണനോട് ഞാനൊന്നും കുഞ്ഞനോട് ഞാനൊന്നും പറഞ്ഞു തീർന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞേക്ക് എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അന്നേരത്തേക്ക് ആൻറ്റിയുടേതായ വക കുറേ ഒരു ഇംഗ്ലീഷും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് പേടിച്ച് വിറച്ച് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നുള്ള പേടിയോടുകൂടി നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുക. ആ സമയത്താണ് അശ്വൻ പറന്നു വരുന്നത്. അത് വണ്ടിയൊക്കെ നല്ല സ്പീഡിൽ ഓടിച്ചുകൊണ്ടാട്ടോ വരുന്നത്. അങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് അശ്വൻ വന്നു. ആ ഒരു ബിൽഡിങ്ങിൻ്റെ താഴെ വന്നു, വണ്ടി നിർത്തി ഓടി അകത്തേക്ക് കയറി. അപ്പോൾ അശ്വിൻ കയറി ചെല്ലുമ്പോഴും അശ്വിൻ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ട് പേടിക്കുക. കാരണം എന്താ, ഓരോ കഴുക്കോലും അശ്വിൻ്റെ ദേഹത്തേക്ക് വീണുകൊണ്ടിരിക്കുന്നു. അപ്പം എത്ര വലിയൊരു ദുരന്തത്തിലേക്കാണ് അവളെ ഞാൻ തള്ളി വിട്ടതെന്നുള്ള ആ ഒരു ബോധത്തോടു കൂടി തന്നെ നമ്മുടെ അശ്വൻ ഓടി കയറി ചെല്ലുന്നത്. അങ്ങനെ അശ്വൻ ഓടി ചെന്നു. അപ്പോഴേക്കും ശ്രുതി അവിടെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കര കരയാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. അപ്പോൾ ശ്രുതി അവിടെ ഇരുന്ന് കരയുന്നു. അശ്വനാണെന്നുണ്ടെങ്കിൽ ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് കയറി പോകുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ പ്രീതി ആണെങ്കിൽ സകല ദൈവങ്ങളെയും വിളിച്ചു പ്രാർത്ഥന, അനുജത്തിക്കൊന്നും വരുത്തരുതേ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ അനുജത്തിക്ക് വേണ്ടിയിട്ട് അവിടെ ഇരുന്ന ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. ശ്യാം ആണെങ്കിൽ ശ്യാമിൻ്റെതായ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോണു. അപ്പം ശ്യാമിന് ഈ വക കാര്യങ്ങളൊന്നും അറിയില്ല. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യങ്ങളും ശ്യാമിന് അറിയില്ല. അപ്പോൾ പോലീസിൽ പരാതി കൊടുക്കുന്ന കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതൊന്നും ഇപ്പോൾ വേണ്ടാന്ന് ശ്യാം തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ശ്യാമിൻ്റെതായ രീതിക്കൊക്കെ അന്വേഷിക്കുക. അങ്ങനെ എന്തായാലും നമ്മുടെ ശ്രുതി അവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് അശ്വിൻ അതിലെ കയറി ഇറങ്ങി കുറേ നോക്കി, പക്ഷെ കണ്ടില്ല. എന്നിട്ട് പിന്നെ കറങ്ങി തിരിഞ്ഞ് ഈ ശ്രുതി ഇരിക്കുന്ന റൂമിലേക്ക് വന്നപ്പോൾ ശ്രുതി അങ്ങനെ പേടിച്ച് വിറച്ച് അങ്ങനെ ഇരിക്കുന്നത് കാണുന്നു, വാതിൽ തുറന്നതും. ശ്രുതിക്ക് അശ്വിനെ കണ്ടപ്പോഴത്തേക്കുമാണ് സമാധാനം. പക്ഷേ ശ്രുതിയെ കണ്ടപ്പോഴത്തേക്കും അശ്വിൻ ശരിക്കും ഞെട്ടിപ്പോയി. സോറി ഒരു 100 സോറിയും പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നു. ഈ ബിൽഡിംഗ് ഇത്രയും ഒരു അപകടകരമായ സ്ഥിതിയിലായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെന്ന് നമ്മുടെ ശ്രുതിയോട് ക്ഷമ ചോദിക്കുമ്പോൾ മാറി നിൽക്കണം മിസ്റ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒറ്റ തള്ള അശ്വിനെ പിടിച്ച തള്ളി. നിങ്ങൾക്ക് പേരിടേണ്ടത് അശ്വിൻ എന്നൊന്നും ആയിരുന്നില്ലെന്നൊക്കെ പറഞ്ഞു. മനുഷ്യൻ്റെ മനസ്സും ജീവിതവും മനസ്സിലാക്കാത്ത നിങ്ങളൊരു മനുഷ്യനാണോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് ശരിക്കും ശ്രുതിയുടെ വായിൽ വന്നതൊക്കെ ശ്രുതി പറഞ്ഞു. കുറേ കോട്ടിട്ട് അല്ലെങ്കിൽ വലിയ കാറിൽ നടന്ന് വലിയ കമ്പനിയുടെ MD ആയതുകൊണ്ടൊന്നും മനുഷ്യനായില്ല, സഹജീവികളെ മനസ്സിലാക്കാൻ പഠിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഇതായിട്ട് പറയാം. അപ്പോൾ ശ്രുതി ഇത് പറയുന്നതെല്ലാം അശ്വിൻ തല കുമ്പിട്ട് നിന്ന് കേട്ടു. കാരണം ഇതൊക്കെ കേൾക്കാൻ ബാധ്യസ്ഥനാണ് അശ്വിൻ. അതുകൊണ്ട് തന്നെ അശ്വിൻ ഇതെല്ലാം കേട്ട് അശ്വിൻ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് റേസായി സംസാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി അങ്ങോട്ടേക്ക് തല കറങ്ങി വീണു. കാരണം എന്താ, ശ്രുതിക്ക് പിന്നെ അങ്ങോട്ടേക്ക് വർത്താനം പറയാൻ പോയിട്ടൊരു എനർജി ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും അങ്ങ് തളർന്ന് വീണ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അശ്വിൻ്റെ ദേഹത്തേക്കാണ് വീണത്. അങ്ങനെ അശ്വിൻ വാരി എടുത്തുകൊണ്ട് നമ്മുടെ ശ്രുതിയെ ആ ഒരു അവസ്ഥയിൽ അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. അപ്പോഴേക്കും ഇവർ നിന്നിരുന്ന ആ ഒരു സ്ഥലമൊക്കെ ഒരു കൂപ്പ് കുത്താൻ സെക്കൻഡുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും നമ്മുടെ അശ്വിൻ ഇങ്ങനെ ശ്രുതിയെ വാരിയെടുത്ത് തോളയിലിട്ട് ആ ഒരു ഡേഞ്ചർ സ്ഥലത്തോടു കൂടി ഇങ്ങനെ ഇറങ്ങി പോവുക. അങ്ങനെ സൂക്ഷിച്ച് ശ്രുതിയെയും തോളയിലിട്ട് ഇറങ്ങി പോണു. അങ്ങനെ ഇറങ്ങി കുറച്ച് അങ്ങ് ചെല്ലും തോറും ഇവർ നടന്നു നീങ്ങുന്ന സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ അപകടകരമായ രീതിയിൽ ഓരോന്നിങ്ങനെ കൊഴിഞ്ഞു വീണുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ അശ്വിൻ ഈ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശ്രുതിയെ വണ്ടിയിലേക്ക് കിടത്തുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതിക്ക് തീരെ വയ്യെന്നുള്ള കാര്യം അശ്വിന് മനസ്സിലായി. അശ്വിനാണെങ്കിൽ നിരാശ കൊണ്ടോ അല്ലെങ്കിൽ അശ്വിൻ്റെ ഉള്ളിൽ ആ ഒരു പിടപ്പൊക്കെ അത് അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഒരു വ്യക്തിയെ എന്തെങ്കിലും ഒരു കാരണത്തിൻ്റെ പേരിൽ മരണത്തിലേക്ക് തള്ളി വിടുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കുറ്റം എന്നാണെന്ന്, അല്ലെങ്കിൽ അതൊരു വലിയ മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യമാണെന്ന് അശ്വിന് മനസ്സിലായതുകൊണ്ട് തന്നെ അശ്വിൻ ശ്രുതിയുടെ കാര്യത്തിൽ വളരെയേറെ കെയറിങ്ങോട് കൂടി തന്നെ ശ്രുതിയെ അവിടുന്ന് അശ്വിൻ കൊണ്ടുപോവുക.
അങ്ങനെ അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോരുന്നു. അവരിങ്ങ് നീങ്ങിയപ്പോഴത്തേക്കും ആ അരുൺ എന്ന് പറയുന്ന കോൺട്രാക്ട് പറഞ്ഞതുപോലെ തന്നെ ഇതെല്ലാം കൂടി ഇടിഞ്ഞൊടിഞ്ഞത് താഴെ കിടക്കുന്നു. അപ്പോൾ അന്നേരം നമ്മുടെ അശ്വിൻ ചെന്നില്ലായിരുന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ ശ്രുതിക്ക് എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിച്ചേനെ. അപ്പം അശ്വിൻ്റെ കൺമുന്നിലാണ് ആ ഒരു കെട്ടിടം നിലം പൊത്തുന്നത് അശ്വിൻ കാണുന്നത്. അത് കണ്ടതോടുകൂടി അശ്വിൻ മരവിച്ചു പോയി. കാരണം അശ്വിൻ കാരണം ശ്രുതിക്ക് അത്രയും വലിയൊരു ആപത്ത് അത് സംഭവിച്ചേനേലോ. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമം എന്തായാലും അശ്വിൻ ഉണ്ടാവുമല്ലോ. അശ്വിൻ ഇങ്ങനെ ആകെ വിഷമിച്ചു. എന്നിട്ട് ഇവരിങ്ങനെ അങ്ങ് പോരുക. ഈ സമയത്ത് അവിടെ കുഞ്ഞൻ എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യങ്ങളുമായിട്ട് ഇങ്ങനെ ഓരോരുത്തർ ആ പിറകെ ഇങ്ങനെ നടപ്പുണ്ട്. അവിടെ നോക്കുന്നു, ഇവിടെ നോക്കുന്നു, വിളിക്കുന്നു. പക്ഷേ അശ്വിൻ കോൾ എടുക്കുന്നില്ല, വിളിച്ചിട്ടൊന്നും കോൾ എടുക്കുന്നില്ല. ഈ സമയത്താണ് അവിടെ കൂട്ടുകാരി ലാവണ്യ വിളിക്കുന്നത് അശ്വിനെ കിട്ടാനും അശ്വിനോട് സംസാരിക്കാനുമായിട്ട്. മുത്തശ്ശിയുടെ ഭാഗത്തു നിന്ന് കിട്ടിയ തിരിച്ചടികൾ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ലാവണ്യ വിളിച്ചപ്പോഴൊന്നും നമ്മുടെ അശ്വിൻ കോൾ എടുത്തില്ല. കാരണം ശ്രുതിയുടെ ജീവന് വേണ്ടിയിട്ടുള്ള പരക്കം പാച്ചിലാണ്. അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ ശ്രുതിയെ ഹോസ്പിറ്റലിൽ എത്തിച്ച് ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം നോക്കി. പിന്നെ ശ്രുതിക്ക് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ ബോധം വന്നു. അതേ സമയം തൊട്ട് അശ്വിൻ വേറൊരു അശ്വനായി മാറി. കാരണം ശ്രുതിയുടെ മുന്നിൽ വോയിസ് ഇല്ലാത്തൊരു അശ്വിൻ, ശ്രുതിയുടെ മുന്നിൽ നിവർന്നു നിന്ന് സംസാരിക്കാൻ കഴിയാത്തൊരു അശ്വനായി മാറി. അശ്വന് ഇനിയിപ്പോൾ എന്താ പറയുന്നത്, ശ്രുതിയുടെ ഒരു ചോദ്യങ്ങൾക്കുമുള്ള മറുപടി കൊടുക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോവുക. ഈ സമയത്ത് ഈ ഒരു വിവരങ്ങളും കാര്യങ്ങളും എല്ലാം എല്ലാവരോടും വിളിച്ചു പറയണമല്ലോ. അങ്ങനെ അശ്വതിയെ വിളിച്ചിട്ട് കാര്യം പറയുവാണ്. അപ്പോൾ അശ്വതിയെ വിളിച്ചിട്ട് കുഞ്ഞൻ അശ്വതിയോട് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അശ്വതിക്കും വല്ലാത്തൊരു വിഷമമായി പോയി. കാരണം പിന്നെ ഒരു സമാധാനം, കുഞ്ഞനെ കൃത്യസമയത്ത് അവിടെ ചെന്നു, ആ പെൺകുട്ടിയെ രക്ഷിച്ചു, അങ്ങനെയൊക്കെയുള്ളൊരു സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തല്ലോ. അപ്പോൾ അതിനുവേണ്ടിയേ കുഞ്ഞൻ പോയിരിക്കുന്നു എന്നുള്ള കാര്യം കേട്ടപ്പോൾ അശ്വതിക്ക് ഒത്തിരി സന്തോഷമായി. അശ്വതി എന്നിട്ട് അത് മുത്തശ്ശിയോട് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്കും വളരെ സന്തോഷമായി. അങ്ങനെ അവരുടെ ഇടയിലുള്ള സംസാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇത് ശ്രുതിയുടെ വീട്ടിലേക്ക് വിളിച്ച് അറിയിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അശ്വതി വേഗം തന്നെ ഫോൺ എടുത്ത് വന്ന നമ്പറിലേക്ക് വിളിക്കുന്നു. അപ്പോൾ പ്രീതിയുടെ നമ്പറിലേക്ക് വിളിച്ച് പ്രീതിയോട് കാര്യം പറഞ്ഞു. പ്രീതിക്ക് അത് കേട്ടപ്പോൾ എൻ്റെ പൊന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഒത്തിരി സമാധാനമായി. പിന്നെ പ്രീതി വേഗം തന്നെ അമ്മായിയോട് വിവരം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സെക്കൻഡ് പോലും അവിടെ നിന്നില്ല. അനുജത്തിയെ രക്ഷിക്കാനായിട്ട് പ്രീതി പരക്കം പാഞ്ഞു ഓടി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നല്ല രസകരമായ രീതിയിൽ ഇത്രയും കാലം നേർക്ക് നേർ കണ്ടാൽ കടിച്ചു കീറാൻ പാകത്തിന് നിന്നതാണ് രണ്ടുപേരും, പ്രത്യേകിച്ച് അശ്വിൻ. ആ അശ്വിൻ്റെ മനസ്സാണ് മാറിയിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് രക്ഷകനായി അശ്വിൻ മാറി. അശ്വിൻ ഇനി ശ്രുതിയോട് കൂടുതൽ മനസ്സിലാക്കാനും അല്ലെങ്കിൽ സ്നേഹിച്ചൊക്കെ തുടങ്ങുമ്പോൾ ലാവണ്യ അവിടെ വില്ലത്തി വേഷത്തിൽ വരും. അപ്പോൾ അതായിരിക്കും തീർച്ചയായും തുടർന്നുള്ള കഥയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഏതോ ജന്മകൽപ്പനയിൽ എന്ന കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും തുടർന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക്